കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. ഈ അവിടെ ഇവിടെ സോളാറിന്റെ പരസ്യം കണ്ട് ചാടി കയറി സോളാർ വെക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ വീഡിയോ കണ്ടു. സോളാർ വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, 2 മാസം കൂടുമ്പോൾ മിനിമം 2000 രൂപയുടെ കറണ്ട് ബില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരണം. അങ്ങനെയെങ്കിൽ 3 കിലോ വാട്ടിന്റെ സോളാർ വെച്ചാൽ നിങ്ങൾക്ക് ലാഭം. രണ്ടാമത്തെ കാര്യം, എനിക്ക് സോളാർ വെച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, നമുക്ക് കേരളത്തിൽ എവിടെ വീടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരിടത്ത് സോളാർ വെച്ചാൽ ഈ വീട്ടിലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കറണ്ട് ഉപയോഗിക്കാം. അതിന് സൈക്ലിംഗ് എന്നാണ് പറയുന്നത്. കേരളത്തിൽ എവിടെയും നമുക്ക് സോളാറിന്റെ ബെനിഫിറ്റ് കിട്ടും. ആ ഒരാളുടെ പേരിൽ ഈ 2 സ്ഥലങ്ങളും അല്ലെങ്കിൽ 3 സ്ഥലങ്ങളും ആ ഒരാളുടെ പേരിലായിരിക്കണം കണക്ഷൻ. മൂന്നാമത്തെ കാര്യം, വീട്ടിൽ സോളാർ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഗ്യാസ് കണക്ഷൻ ക്യാൻസൽ ചെയ്തേക്കണം. കുക്കിങ്ങിന് വേണ്ടി ഗ്യാസ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇൻഡക്ഷൻ കുക്കറും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പാചകം ചെയ്യാം. 4 AC, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ, ചിലപ്പോൾ ഒരു ഇലക്ട്രിക് കാർ, 2 വീട്, എല്ലാം കൂടെ 5 കിലോ വാട്ടിലാണ് ഓടുന്നത്. എന്നിട്ട് കറണ്ട് ബില്ല് വന്നത് 350 രൂപ. സോളാർ നിങ്ങളുടെ വീട്ടിൽ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ല സർവീസ് ഉള്ള ടീമിനെ കൊണ്ട് വെക്കണം. അതുകൊണ്ടാണ് 25 വർഷത്തെ വാറന്റിയോട് കൂടി സൂര്യപ്രഭയിൽ നിന്ന് ഞാൻ സോളാർ എടുത്തത്. സൂര്യപ്രഭ സോളാർ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ആണ്, അഭിനവ് എന്നാണ് പേര്. കൊച്ചി ബേസ്ഡ് ആണ്. കേരളത്തിലെ മൊത്തം എടുത്തും അവർക്ക് ഫ്രാഞ്ചൈസീസ് ഉണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങളുടെ ബഡ്ജറ്റ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഒരു പാക്കേജ് പുള്ളി സെറ്റ് ചെയ്ത് തരും. സോളാർ വെക്കുമ്പോൾ നമുക്ക് 78,000 രൂപയുടെ ഗവൺമെന്റ് സബ്സിഡി കിട്ടും. അതുപോലെ സൂര്യപ്രഭയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് EMI സ്കീമിൽ മാസം 2000, 3000, 4000 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ സോളാർ വീട്ടിലിരിക്കും.